ഹലോ, നമസ്കാരം. പെർപ്ലെക്സിറ്റി എഐയുടെ സിഇഒ അരവിന്ദ് ശ്രീനിവാസ് ഈയിടെ പറഞ്ഞത് ഇന്നത്തെ യുവാക്കൾ റീൽസ് കണ്ടതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. വളരെ സാധാരണയായ ഒരു കാര്യമാണ്. പക്ഷേ പെർപ്ലെക്സിറ്റി സിഇഒ ആണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിച്ചു എന്ന് മാത്രം. നമുക്കെല്ലാം അറിയാം, ഓരോ റീലും നമ്മൾ കാണുമ്പോൾ തൊട്ടടുത്ത റീൽ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയി നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം എത്രമാത്രം പോകുന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒരു സോഷ്യൽ മീഡിയ ആഡിക്റ്റ് ആവുക ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ല ചിന്താഗതി തന്നെ. കഴിയാവുന്നതും നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മൾക്ക് ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, നമുക്ക് ഭാവിയിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അതിലേക്കുള്ള ഒരു ലക്ഷ്യം, നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നേറണം എന്നാണ് പൊതുവെ പറയാറ്. അത് വളരെ ശരിയാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വേഗത, നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു വേഗതയുണ്ടാവും. അതൊരിക്കലും ഡിസ്ട്രാക്റ്റ് ആയി പോവില്ല. പല ഇടങ്ങളിലായി ആ ചിന്തകൾ ഉരുത്തിരിഞ്ഞ് പോവില്ല. അരവിന്ദ് ശ്രീനിവാസ് പറഞ്ഞത് ഇത്രമാത്രമാണ്: ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക, കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുക, ശ്രദ്ധ അത് വളരെ പ്രധാനമാണ്. നമ്മുടെ പുരാണങ്ങളിൽ, ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ്രോണാചാര്യർ പഞ്ചപാണ്ഡവരെ അമ്പെയ്ത്ത് പഠിപ്പിക്കുമ്പോൾ മരത്തിലിരിക്കുന്ന ഒരു കിളിയെ ലക്ഷ്യം വയ്ക്കാൻ പഞ്ചപാണ്ഡവർ ഓരോരുത്തരോടും പറഞ്ഞു. അതിൽ 4 പേരും ദ്രോണാചാര്യർ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്താണ് അവിടെ കാണുന്നതെന്ന് ദ്രോണാചാര്യർ ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ അവിടെ മരങ്ങളും ചില്ലകളും ഒരു കിളിയെയും കാണുന്നുണ്ട്. ഏകദേശം ഇതിന് സമാനമായ ഉത്തരങ്ങളായിരുന്നു മറ്റ് 4 പേരും, അർജുനൻ ഒഴികെയുള്ള 4 പേരും പറഞ്ഞത്. എന്നാൽ അർജുനൻ പറഞ്ഞത്, ഞാൻ ആ കിളിയുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ്. ഇതാണ് ലക്ഷ്യം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ള ഒരു സമൂഹം കേരളീയരാണെന്ന് തോന്നുന്നു. ഒരുപക്ഷേ മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്കൊരൽപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മളെക്കുറിച്ച് വിലയിരുത്താനും താനേ നമുക്ക് പറ്റുമ്പോൾ, ഇന്നത്തെ ഒരു കുട്ടി ജനിച്ചു വളർന്ന് LKG മുതൽ അവൻ്റെ മുന്നിൽ എന്തായിത്തീരണം, നീ എങ്ങനെ പഠിക്കണം, നീ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നും, പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ സഹപാഠികളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും പമ്പ് ചെയ്യപ്പെടും. ഒരേ ആശയം അല്ലെങ്കിൽ ഓരോ ലക്ഷ്യങ്ങൾ പമ്പ് ചെയ്യപ്പെടും. ഇതിനിടയിൽ ഈ കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവന് അവൻ്റെതായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു എന്നിരിക്കില്ല. സമൂഹം പറയുന്നതും, അതുപോലെ തന്നെ മാതാപിതാക്കൾ അപ്പർ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് വരെയാണെങ്കിൽ, ഇന്നിപ്പോൾ ഏത് ക്ലാസ് ആയാലും ശരി, കോമ്പറ്റീഷൻ ഒരു അത്യാവശ്യ ഘടകമാണ്. അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഓരോ വീടുകളിലും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രഷർ, നീ ഇന്നതായിത്തീരണം, നീ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള പ്രഷർ ആ കുട്ടിയിൽ ചെറുപ്പത്തിലേ തന്നെ പ്രഷറിൻ്റെ വിത്തുകൾ പാകപ്പെട്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി വലുതാവുമ്പോൾ അവൻ സോഷ്യൽ മീഡിയയിലെത്തുന്നു. അവിടെ നിന്നുള്ള ഇൻഫർമേഷനുകൾ ലഭിച്ചു തുടങ്ങുമ്പോൾ എങ്ങോട്ട് തിരിയണം, എന്തായിത്തീരണം എന്നുള്ള ഒരു ആശങ്ക അവൻ്റെ മനസ്സിൽ വരുന്നു. ചിലർ അതിനെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം, നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ മറ്റു ചിലർ ഒരു ലക്ഷ്യം കണ്ടെത്താനാകാതെ, ഞാൻ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡായി ഒരുപക്ഷെ സമയം തന്നെ കളയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് വളരെയധികം ഒരു പ്രഷർ തരുന്ന ഒരു ജീവിത രീതിയും ഒരു അന്തരീക്ഷമാണ് നിലവിൽ നിൽക്കുന്നത്. പിന്നെ പണത്തോടുള്ള അമിതമായ അതും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. കാരണം ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ ഒരു പൈസയുള്ള ആൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും. ഞാനൊരു മൊത്തം ആളുകളെ കുറിച്ചുള്ള ഞാൻ പറയുന്നത്, ഒരു ചുരുങ്ങിയ വിഭാഗമെങ്കിലും, ഒരു 50% മലയാളികളെങ്കിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പൈസ, മറ്റൊന്നും നോട്ടമില്ല. ഒരുപക്ഷെ ഈ പൈസ മാത്രം നോക്കിക്കൊണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഈയിടെ നമ്മൾ UAE ഷാർജയിൽ കണ്ട വാർത്തകൾ, ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ ഈ അടുത്ത് ശ്രദ്ധിച്ചിരിക്കും. അതൊക്കെ ഒരുപക്ഷെ അവരുടെ ചുറ്റുപാടുകൾ നമുക്കറിയില്ല. പക്ഷേ ഒരു ഘടകം എന്തായാലും പണം തന്നെയാണ് അവിടുത്തെ വില്ലൻ. ഇനി ഗ്രാജുവേഷന് ശേഷം അയാളൊരു പ്രൊഫഷണൽ കോഴ്സുകാരനല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പോക്ക് എന്ന് തന്നെ പറയാം. കാരണം വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സമയമായിരിക്കും അയാൾക്ക് മുന്നിലുള്ളത്. PSC എഴുതുക, അതല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ജോലികൾ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിൽ, അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ തന്നെയുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള അലച്ചിൽ, ഇതൊക്കെ വളരെയധികം സ്ട്രെസ്ഫുള്ളായിരിക്കും. അദ്ദേഹത്തിനൊരു ബിസിനസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കേരളത്തിൽ നോക്കുകയേ വേണ്ട. അത് പൂട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാടാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒരിക്കലും ഒരുത്തനെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ ഇതിനും അപവാദങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ബിസിനസ് ചെയ്ത് കേരളത്തിൽ രക്ഷപ്പെട്ട ഇഷ്ടംപോലെ ആളുകളുമുണ്ട്. പക്ഷേ ഇതും ഒരു പ്രഷർ, മലയാളിക്ക് പ്രഷർ കൊടുക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഒരു ഗ്രാജുവേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി തേടിയുള്ള ഒരു
നെട്ടോട്ടം. ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. ഇതൊന്നുമില്ലാതെ, പഠിപ്പിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട ഒട്ടനവധി പേരുമുണ്ട്. പക്ഷേ ഞാൻ ഭൂരിഭാഗത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. കേരളം ഒരു ബിസിനസ് അനുകൂല സംസ്ഥാനമല്ല എന്നുള്ളത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. നമ്മുടെ പല സിനിമകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം പ്രചരിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതിൻ്റെ ഗുരുതരാവസ്ഥ, അതെത്രമാത്രം ഗൗരവമാണെന്നുള്ള സംഗതി ഇപ്പോഴാണ് ശരിക്കും അനുഭവിച്ചു തുടങ്ങുന്നത്. ഇന്നിപ്പോൾ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 4ഉം നമ്മേക്കാൾ മുൻപന്തിയിലാണ് ബിസിനസിന്റെ കാര്യങ്ങളിൽ, ബിസിനസ് വളർച്ചയുടെ കാര്യം. ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ചൈനയ്ക്ക് ബദലായി സൗത്ത് ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റാണ് ഇന്ന് ഉയർന്നു കേൾക്കും. പക്ഷേ അതിൽ കേരളം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കർണാടകവും തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെയാണ് ഓരോ ബിസിനസ് രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് തമിഴ്നാട്. അതുപോലെ തന്നെ മറ്റു ഇൻഡസ്ട്രികളുടെ വളർച്ചയിൽ തെലങ്കാനയും ആന്ധ്രയും വളരെ മുന്നിട്ട് നിൽക്കുന്നു. വെറുതെ ഓരോ റീൽസ് കാണുന്നതിന് പകരം ഈ റീൽസുകളെല്ലാം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിരുചിക്കും ആളുടെ വിശ്വാസത്തിനും ആളുടെ രാഷ്ട്രീയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും റീലുകൾ പടച്ചുവിടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ആഡിക്റ്റ് ആവാതെ നമ്മൾക്കാവശ്യമുള്ള അറിവുകൾ നമ്മൾ നേടിയെടുത്തുകൊണ്ട് നെറ്റിൽ നിന്ന് തന്നെ നേടിയെടുത്തുകൊണ്ട്, ഇന്നിപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ, ഒരുവിധം എല്ലാ നോളജും നെറ്റിൽ തന്നെയുണ്ട്. അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അറിവുകൾ നേടിയെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അല്ലാതെ വെറുതെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ എന്നുള്ള പേര് കേൾപ്പിക്കാതെ ഓരോ വീഡിയോയ്ക്ക് താഴെയും ചെന്ന് വെറുതെ കമന്റുകൾ എഴുതിയിടാതെ നമ്മൾ നമ്മുടേതായ അറിവുകളും എക്സ്പീരിയൻസും നേടുകയാണ് വേണ്ടത്. കുറച്ച് സമയമെങ്കിലും നമ്മൾ പ്രകൃതിയോട് സംവദിക്കാനും പ്രകൃതിയിൽ കാണുന്ന ആ സൗന്ദര്യം ആസ്വദിക്കാനും, അതോടൊപ്പം തന്നെ ഇന്നിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴാണ്, ഈ സമയമാണ് യാഥാർത്ഥ്യം, അതിനെ ആസ്വദിക്കാനും നമ്മൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും നമ്മുടെ ഓരോ ചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ ഇന്നിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊമെൻറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ മൊമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ഓരോ ശ്വാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം, ആ ഒരു കോൺഫിഡൻസ്, ഒരുപക്ഷെ നമ്മൾ പുറത്തേക്ക് വെറുതെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട്, ഈ പറഞ്ഞ പോലെ റീൽസുകളിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലെല്ലാം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആകൃഷ്ടനായിക്കൊണ്ട് ഓരോന്നും നേടണം, അത് വെട്ടിപ്പിടിക്കണം, ഇത് വെട്ടിപ്പിടിക്കണം എന്നെല്ലാം ഉള്ള ചിന്തകൾ കൊണ്ട് മനസ്സിനെ കുത്തി നിറയ്ക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. പകരം നമ്മൾ നമ്മുടെ ലക്ഷ്യം, നമുക്കെന്താണോ വേണ്ടത് അതിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.